വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് ഇന്ന് പൈനാപ്പിൾ ജാം ഉണ്ടാക്കാം. അപ്പോൾ നേരത്തെ തന്നെ 2 പൈനാപ്പിൾ എടുത്ത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണേ. അപ്പോൾ ഈ പരുവത്തിൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് അതിൻ്റെ മുകളിലോട്ട് ഒരു പാൻ എടുത്ത് വെക്കണം. ഒട്ടും വെള്ളമയം ഒന്നും ആ പാനിൽ കാണാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ആ പൾപ്പ് എടുത്ത് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എത്ര കപ്പ് അളവിൽ പൾപ്പുണ്ടായിരുന്നോ അത്രയും കപ്പ് അളവിൽ തന്നെ പഞ്ചസാര എടുക്കണം കേട്ടോ. എന്നിട്ട് ആ പൾപ്പ് തിളച്ച് വരുമ്പോഴത്തേനും അതിൻ്റെ അകത്തോട്ട് ആ പഞ്ചസാര ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇത് ഇളക്കുന്ന ടൈമിൽ കൈവിടാതെ തന്നെ ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കുവേ. പിന്നെ ഒരു കാര്യം, അത് ഒന്നെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ട് വേണം ഗ്യാസ് കത്തിക്കാനേ. പിന്നെ ഇത് മെൽറ്റായി വരുന്ന ടൈമിൽ നമുക്കൊരു പട്ടയം കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് ഇച്ചിരി കുറുകിയൊക്കെ വരും. പിന്നെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയൊക്കെ വരും കേട്ടോ. അപ്പോൾ ഈ കുറുകി വരുന്ന ടൈമിൽ നമുക്കൊരു അരമുറി നാരങ്ങ നീര് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തണുക്കാൻ വെക്കുന്ന ടൈമിൽ പഞ്ചസാര ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് 20 മിനിറ്റോളം നന്നായിട്ട് ഇളക്കിയ ശേഷം അതിൻ്റെ അകത്ത് കിടക്കുന്ന പട്ട എടുത്ത് മാറ്റി പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പിന്നെ ഒരു 2 മണിക്കൂർ മാറ്റി വെക്കണം. അപ്പോൾ ഈ ഒരു അളവിൽ കിട്ടും. അതിനുശേഷം ഒരു ഗ്ലാസ് ജാറിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ 2 മണിക്കൂറോളം ഇരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.